രാധാകൃഷ്ണൻ ചാത്തന്നൂർ ഇടതു മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. അതിൻ്റെ സ്ഥാനാർത്ഥിയാണ്. 2021 നിയമസഭാ മണ്ഡലത്തിൽ തിരുവനന്തപുരം നിയമസഭയിൽ നിന്നാണ് ആൻ്റണി രാജു ജയിച്ചു കയറുന്നത്. എസ് ശിവകുമാറിനെയൊക്കെ പരാജയപ്പെടുത്തി വരികയാണ്. കോടതി ഇന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കേസിൻ്റെ കഥ കേൾക്കുമ്പോൾ ഇത് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അടിവസ്ത്രം വെട്ടിയാണ് മാറ്റുന്നത് കോടതി എന്ന്. തീർച്ചയായും നമ്മൾ ഇപ്പം കുറേ ദിവസമായിട്ട് കുറേ അധികം ദിവസങ്ങളായിട്ട് പല വിഷയം കുറേ അധികം ദിവസങ്ങളല്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നമ്മൾ കൊറോണ കാലത്തിന് അതിനു മുമ്പ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയം തന്നെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഈ സർക്കാരിനെതിരെ മേളിൽ ആരോപണങ്ങളായിട്ട് വരികയാണ്. അപ്പൊ നമ്മുടെ ആരോപണം ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെയല്ല ശ്രീ രാധാകൃഷ്ണൻ. ഇത് നിയമസഭാ സാമാജികരായി നമുക്ക് മുന്നിൽ ആളുകൾ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ആണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇവർക്ക് എങ്ങനെ ഈ നാടിനെ സേവിക്കാൻ കഴിയും? ഒരു പാർട്ടിക്ക് അവരുടെ ഒരു ഉത്തരവാദിത്വമില്ലേ? ഒരു മുന്നണിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ഇതുപോലെയുള്ള ആളുകളെ നിർത്തരുത് എന്ന് പറയാനുള്ള ഒരു ആർജവം വേണ്ടേ? ഞാൻ പറഞ്ഞു വന്ന മുഴുവൻ പൂർത്തീകരിക്കുമ്പോൾ താങ്കൾ പറയുന്ന അർത്ഥത്തിലോട്ടാണ് വരുന്നത്. അതുകൊണ്ടായി പറഞ്ഞത് ഞാൻ പൂർത്തീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ആരോപണങ്ങൾ, അതിൽ ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരൊക്കെ കോടതിയുടെയും നിയമ സംവിധാനത്തിന്റെയും ഒക്കെ മധ്യത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം കാലങ്ങളായിട്ട് എന്താ പറയുന്നത്, ആരാണോ തെറ്റ് ചെയ്തത്? ഇപ്പൊ ഞാനിത് പതിറ്റാണ്ടുകൾ നരസിംഹറാവുവിന്റെ കാലം തൊട്ടിങ്ങോട്ട് ഏത് പാർട്ടിയിലാണ് വിഷയം, അതായത് പുകഞ്ഞ കൊള്ളികൾ ഉണ്ടെങ്കിൽ പുറത്ത് കളയണം. ഏത് പാർട്ടിയിലാണ് ഹരിചന്ദ്രന്മാരുള്ളത്? നടപടിയെടുക്കണം. ഞങ്ങൾ അന്നുകൊണ്ടേ പറയുന്നില്ലേ, താഴേത്തട്ടിലുള്ള പ്രവർത്തകരാണ് ഏത് മുന്നണിയിലും രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു ആരെങ്കിലും രക്ഷിക്കാമെന്ന്? ഇല്ല. കോടതിയുടെ നമ്മളിപ്പോ ആർക്കെതിരെ ആരോപണം വന്നാലും അത് നമ്മുടെ ആരോപണമൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും 30 കൊല്ലം. ഇത് സംഭവം നടക്കുന്ന എപ്പോഴാണെന്നറിയാമോ? 1990 നമ്മുടെ ഈ പൊതുവേദി കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും അന്ന് ജനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. 10-30 വയസ്സായവരൊക്കെ അന്ന് മല്ല ജനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1990 ഈ ഹാഷിഷ് ഒളിപ്പിച്ച് കടത്താൻ ഈ ഓസ്ട്രേലിയൻ സ്വദേശി ശ്രമിക്കുന്നത്. 61 ഗ്രാം. അങ്ങനെ അയാളെ പിടികൂടുകയാണ്. 10 വർഷം തടവിന് വിധിക്കുന്നു. അതിനുശേഷം 94 ഈ ഹൈക്കോടതിയിൽ ഇതിൻ്റെ അപ്പീൽ വരുന്നത്. അയാളെ അതിൽ വെറുതെ വിടുന്നു. അതെങ്ങനെയാ? തൊണ്ടിമുതലായ അടിവസ്ത്രം പ്രതിക്ക് പാകമല്ല. എന്തൊരു ഒരു കോടതിയെ, ഒരു നിയമ സംവിധാനത്തെ ഇതിനെ കൂടുതൽ എങ്ങനെ ഒരാൾക്ക് അപമാനിക്കാൻ കഴിയും? അവിടെ കൊണ്ടുപോയി ഈ അടിവസ്ത്രം വെട്ടുകയാണ്, വെട്ടി വേറെ അടിവസ്ത്രമാക്കി വെക്കുകയാണ്. എന്നിട്ട് ഈ സാർവദോർ സാലി എന്ന അയാൾ നാട്ടിലേക്ക് സുഖമായി മടങ്ങുകയാണ്. എന്നിട്ട് വേറൊരു കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുമ്പോൾ പറയാൻ ഇതൊന്നും ഒരു വിഷയമല്ല, ഞാൻ ഇന്ത്യയിൽ കേരളത്തിൽ ഇതൊക്കെ ജെട്ടിയൊക്കെ മാറ്റി വെട്ടി വേറെ തരത്തിൽ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. ഈ നീതിന്യായ വ്യവസ്ഥയുടെ മുഖത്ത് ഇതുപോലെ കരിവാരി തേക്കുന്ന ഒരു സംഭവത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു മുൻ മന്ത്രിയാണ് നിന്നിരിക്കുന്നത്. നമ്മുടെ ചട്ടങ്ങൾ പലതും മാറ്റി എഴുതണം. മാറ്റുവൻ ചട്ടങ്ങളെ എന്ന് പറയും. നമ്മളെ നിയമ സംവിധാനം വളരെ നമ്മളൊരു നൂറല്ല, എന്റെ അഭിപ്രായം പറയുന്നത് 15-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളാണ് നമുക്കിപ്പോഴും. കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങൾ മാറണം. നിയമത്തിന് മുന്നിൽ ഒരു രാഷ്ട്രീയക്കാരനും ഒരു കുറ്റവാളിയും അതീതരല്ല. ഞങ്ങൾ ആരും ന്യായീകരിക്കുന്നില്ല. ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണമല്ല. ഞങ്ങൾ പറയുന്നത് എന്താണ്, ഏത് പാർട്ടി, നമ്മളിപ്പം ഇതിനകത്തിപ്പോൾ ഈ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പറയാൻ നോക്കത്തില്ല. എല്ലാ പാർട്ടിയിലും പ്രശ്നക്കാരുണ്ട്. പലരും നിൽക്കുന്നത് മുതലാക്കാനാ. ഞങ്ങൾ സാധാരണ താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം. ഞങ്ങൾ കാര്യം ഭയക്കണ്ട. ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത്? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നിരവധി ഇവിടുത്തെ കേരളം മുഴുവൻ ഉച്ചകൂത്തി നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി എന്താ പറയുന്നത്, എന്റെ മടിയിൽ കനമില്ല, നിങ്ങൾ ആരുടെ പേരിലോ നടപടിയെടുത്തോ. പണ്ട് VS-നെതിരെ പലരും വന്നപ്പോഴെന്താ പറഞ്ഞത്, നിങ്ങൾ എന്റെ ബന്ധുക്കളുടെ പേരിലോ എന്റെ മക്കളുടെ പേരിലോ നിങ്ങൾ ആരോപണം പറയാതെങ്കിൽ കോടതി നടപടിയെടുക്കട്ടെ എന്ന് പറഞ്ഞ ആളാണ് VS. ഞങ്ങൾക്ക് അതിലൊന്നും ഭയമില്ല. ആന്റണി രാജു അല്ല ആരായാലും തെളിവ് സഹിതം ഉണ്ടെങ്കിൽ ഇപ്പൊ ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? പിന്നെ നിയമത്തിന്റെ കാലതാമസം, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പല നിയമങ്ങളും മാറ്റി എഴുതേണ്ടത്. സത്യത്തിൽ നമ്മൾ ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ വെച്ച് നോക്കിയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ കണക്ക് സഡനായിട്ട് തൂക്കിക്കൊല്ലേണ്ട, വധശിക്ഷ വിധിക്കേണ്ട കേസുകളാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി അത് അനുവദിക്കുന്നില്ല. അത് എന്റെയോ താങ്കളുടെയോ അല്ലെങ്കിൽ ഒന്നും ഇവിടുത്തെ സർക്കാരിന്റെയോ കുഴപ്പങ്ങളല്ല. ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും ചേർന്ന് നിന്നുകൊണ്ട് കാലത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റണം. അത് ആന്റണി രാജു ആവട്ടെ, അത് മറ്റൊരാളാകട്ടെ, പത്മകുമാർ ആകട്ടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, കുറ്റവാളിയായിട്ട് കോടതിയുടെ മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ബാലകൃഷ്ണപിള്ള കിടന്നിട്ടില്ലേ? BJP-യിലെയും അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് അറിയാമല്ലോ, കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ, നരസിംഹറാവുവിന്റെ ഒക്കെ നാണം കെട്ട കഥകൾ താങ്കൾക്ക് അറിയാമല്ലോ. അപ്പൊ ഞങ്ങൾ ആരും ഇടതുപക്ഷക്കാർ, ഞങ്ങൾ പറയുന്നത് താഴെക്കെട്ടുള്ളവരെന്ന് പറയാൻ അധ്വാനിക്കാതെ വരുന്ന നേതാക്കന്മാരായിട്ടുള്ളവര് കുറ്റം ചെയ്യുകയാണെങ്കിൽ അവരകത്തിടണം. ഏത് പാർട്ടി ശുദ്ധീകരിക്കണം? താഴെത്തട്ടിലുള്ള ഞങ്ങളെ പോലുള്ളവർ കിടന്ന് കടുക്കാത്തവരും ചെയ്യുകയാണ്. കുറ്റവാളികൾ ഏത് പാർട്ടിയിലാലും ശിക്ഷിക്കപ്പെടണം. പക്ഷെ നമ്മുടെ നിയമം പോരാ. അതിന് ഞാനോ താങ്കളും ഒന്നും അതിൽ ഉത്തരവാദികളല്ല. കാലാനുസൃതമായി ഇനിയെങ്കിലാണ്, കേന്ദ്രമൊക്കെ വേറെയല്ലേ, പിണറായി അങ്ങോട്ട് മാറിയിരിക്കട്ടെ, കേന്ദ്രത്തിന് പല നിയമങ്ങളിലും മാറ്റം കൊണ്ടുവരാമല്ലോ. അവർ നേരത്തെ പേരിനകത്ത് മാത്രം കേന്ദ്രം മാറ്റം കൊണ്ടുവന്നാൽ പോരാ.
പഴയ പേരുകളൊക്കെ മാറ്റിയിട്ട് പുതിയ പേരാക്കിയാൽ പോരാ. അപ്പൊ മാറ്റങ്ങൾ നിയമ സംവിധാനമായിട്ട് ഇന്ത്യയുടെ ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ചേർന്ന് നിന്നുകൊണ്ട് നിയമങ്ങൾ മാറ്റട്ടെ. അതിന് ഒരു പാർട്ടി നേതാവും അതീതരല്ല. ഇപ്പൊ ആന്റണി രാജു പിടിക്കപ്പെട്ടു പോയതുകൊണ്ടോ, പത്മകുമാർ അകത്തായതുകൊണ്ടോ, നരസിംഹറാവു അകത്തായതുകൊണ്ടോ എന്തെല്ലാം കേസുകള്. തെഹൽക്ക ഇടപാട്, ബി.ജെ.പിയുടെ ഏറ്റവും പാവപ്പെട്ടവനായിട്ടുള്ള ബംഗാരു ലക്ഷ്മൺ കേവലം 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഏത് ഒരു നേതാവ് ലക്ഷം രൂപ ഒരു അത്യാവശ്യം ഒരു ഭേദപ്പെട്ട തുകയായിരുന്നു. പക്ഷെ അല്ല, ഞാൻ ഈ ബി.ജെ.പിയെ പറഞ്ഞു പോലെ ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അത് ചെയ്യേണ്ടി, ഞാനത് കണ്ടത് ആ ദൃശ്യങ്ങളെ കാശിങ്ങനെ വാങ്ങുക എണ്ണി. പക്ഷെ അവർ മാറ്റി. അതിൻ്റെ രസകരമായ ഒരു സംഭവം രാധാകൃഷ്ണൻ ചാത്തന്നൂര്, ഞാൻ അത് ഓർത്തു പോവുകയാണ്. ഞാൻ ആ സമയത്ത് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനൊക്കെ ആയിട്ട് ജോലി ചെയ്തൊരു സമയത്താണല്ലോ ഇത് നടക്കുന്നത്. ഇയാളെ മാറ്റി, ബംഗാരു ലക്ഷ്മണനെ മാറ്റി. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങളൊക്കെ പാർട്ടിക്കാരാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ശ്രീ മനു തെറ്റിദ്ധരിക്കും. ഞങ്ങളൊക്കെ പാർട്ടിക്കാരായിട്ട് അന്ധമായിട്ട് വന്നിരുന്ന ന്യായീകരണ തൊഴിലാളിയൊന്നുമല്ല. ഞങ്ങളൊക്കെ പാർട്ടിയും നമ്മുടെ സംവിധാനം ഇടതുപക്ഷക്കാരനാ. പാർട്ടി ആയാലും ഏത് നമ്മുടെ പൊതു സംവിധാനം നന്നാവണം, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാദേശികമായിട്ട് പലരോടും കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി ധാരാളം നഷ്ടങ്ങളും നമുക്കുണ്ടാകുന്നുണ്ട്. കാരണം നമുക്ക് പാദസേവ അങ്ങനൊന്നുമില്ല ഏത് പാർട്ടി. കാരണം ഇടതുപക്ഷത്തെ കുഴപ്പമുണ്ടെങ്കിൽ അവരെ നന്നാക്കണം, ഇടതുപക്ഷം രക്ഷപ്പെടണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഇടതുപക്ഷമാണ് ഈ രാജ്യത്തിന്റെ അവസാനത്തെ ആധാരം. ഏത് പാർട്ടിക്കാര് ഞങ്ങൾ മോശം 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 എന്ന് പറഞ്ഞാലും ഞങ്ങൾ വീണ്ടും അവസാനമായിട്ട് പറയുന്നു, എന്ത് കുറ്റമുണ്ടെങ്കിലും സാധാരണക്കാരർ എന്തെങ്കിലും പട്ടിണിക്കപ്പുറം ഒന്നും ഇല്ലല്ലോ. ഈ കോൺഗ്രസോ അല്ലെങ്കിൽ ബി.ജെ.പിയോ പോലെ അന്യന്റെ ദുഃഖത്തിൽ കണ്ണീര് അല്ലെങ്കിൽ സഹതാപം ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ആന്റണി രാജു അല്ല, പത്മകുമാർ അല്ല, ആരെയാലും അകത്തുണ്ട്. അതല്ലേ ഞങ്ങളെ മുഖ്യമന്ത്രി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത്. സമയക്കുറവ് കൊണ്ടാണ് മറ്റാളുകൾ കൂടി കാത്തു. ഏതായാലും അങ്ങനെയൊക്കെ ആവശ്യത്തിന് സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഷിജു നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സന്തോഷം. ഷിജുവിനെ എല്ലാ ദിവസവും കാണാതെ തുടക്കത്തിൽ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള മറ്റ് ആങ്കർമാർക്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹാദരങ്ങൾ ഉണ്ട്. അപ്പോൾ അരുന്ധതി കോലംപറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി, ഹലോ, ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരത്തിലൊക്കെ എത്തിയല്ലോ, സന്തോഷം. അപ്പോൾ കെ.ആർ.കെ. ജോർജ് കേട്ടോ, കെ.ആർ.കെ. ജോർജ് ന്യൂസിലാൻഡിൽ നിന്നാണ് എന്ന് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നമസ്കാരം മനു, ന്യൂസ് 18 ഒരു ഇലക്ഷൻ പ്രീപോൾ സർവേ ചെയ്യുന്നുണ്ടോ ഉടനെ? നമുക്ക് ഒരു പ്രീപോൾ സർവേകളൊക്കെ നമ്മൾ ന്യൂസ് 18 പല ഘട്ടങ്ങളിൽ പ്രീപോൾ, എക്സിറ്റ് പോൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഘട്ടത്തിലും പ്രതീക്ഷിക്കാവുന്നതാണ്. രഘുനന്ദനൻ പറയുന്നു, കുറ്റക്കാരൻ ആരായിരുന്നാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചിരിക്കണം എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. ബദിരി എന്നോട് പറയുന്നത് ബസ്സുകാരുടെ പ്രാക്കാണെന്നാണ്. ബസ്സുകാരുടെ പ്രാക്കല്ല, കയ്യിലിരിപ്പിൻ്റെ പ്രശ്നമാണിത്. ബസ്സുകാരും പ്രായി കാണുമെന്ന് എനിക്കറിയില്ല. ബദരിക്ക് ബസ്സുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗതാഗത മന്ത്രിയായിരുന്നു, പക്ഷേ ആ കാലത്ത് ബസ്സുകാരെന്തെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ആന്റണി രാജു നിരപരാധിയാണ്, പഞ്ചപാവമാണ്, ബൂഷായിസം മൂർദാബാദ്, മുഖ്യമന്ത്രി ആകേണ്ട നേതാവാണ് ശിവശങ്കരൻ പറയുകയാണ്. ഓക്കെ, LDF പ്രതിസന്ധിയിലാകുമെന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ മാർച്ചിൽ ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ വരണം എന്നാണ് പറയുന്നത്. ബ്ലൈറ്റി ഡേയ്സ് എന്നോടൊപ്പം ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂസിലാൻഡിൽ മാത്രം നമുക്കൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നു. ഇതാ ഇംഗ്ലണ്ടിൽ നിന്ന് ബ്ലൈറ്റി ഡേയ്സ് നമുക്കൊപ്പം ചേരുന്നു. പല നേതാക്കൾക്കും രഹസ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത്തരക്കാരെ ഒഴിവാക്കാൻ പറ്റാത്തതെന്നാണ്. അപ്പോൾ ഇവർ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്തതെന്ന്. അപ്പോൾ സദാശിവൻ പറയുന്നു, ശ്രീ സദാശിവൻ നായർ പറയുന്നത്, ഞാൻ സ്ഥിരം പൊതുവേദി പ്രേക്ഷകനാണ്, വയസ്സ് 78, 4 മണിക്ക് പൊതുവേദി വയ്ക്കുമ്പോൾ മനു അല്ല എന്ന് കാണുമ്പോൾ നിരാശ. ആണോ? ഓ ശരി. അപ്പോൾ ഞാൻ ഈ സദാശിവൻ നായരുടെ ഈ പ്രശംസയിൽ അങ്ങേയറ്റം ധൃതംഗ പുളകിതനായിരിക്കുകയാണ്. എനിക്ക് അങ്ങേയറ്റം സന്തോഷം. അങ്ങേ എല്ലാ ദിവസവും ഇവിടെ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാനത് അങ്ങയോടുള്ള ആ സ്നേഹം കാണിക്കാറുണ്ട്. അപ്പോൾ 30 വർഷത്തിന് ശേഷം കുറ്റം തെളിയുന്ന നീതിന്യായ വ്യവസ്ഥ മാറപ്പെടണം, അതിനൊന്നും നേതാക്കൾക്ക് സമയമില്ല എന്ന് പറയുന്നു. താങ്ക്സ് ഫോർ യുവർ ഗ്രേറ്റ് വേർഡ്സ് മനു, ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ മീ ടു ആഡ് മോർ കമൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഷിജു നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ ക്രിസ് എന്നോട് പറയുന്നു, മനു വൈ സോ മച്ച് ടൈം ഫോർ രാധാകൃഷ്ണൻ ചാത്തന്നൂർ. അതല്ലേ ഞാൻ ക്രിസ് എത്ര സമയം കൊടുത്തത്. രാധാകൃഷ്ണൻ ചാത്തന്നൂർ നമ്മുടെ ഒരു പൊതുവേദി പ്രേക്ഷകനാണ്, ഒരു പൊതുകാര്യ പ്രസക്തനാണ്. അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനാണ്, CPI കാരനാണ്. അപ്പോൾ നമ്മുടെ പല കാര്യങ്ങളിലും അദ്ദേഹം വിളിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച അഭിപ്രായം പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തവണ ഈ കാര്യത്തിൽ ഒരു ന്യായീകരണ തൊഴിലാളിയെ വരുമോ എന്ന് ഞാൻ നോക്കിയതാണ്. പക്ഷേ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്കുള്ള ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർ ചിലരൊക്കെ അങ്ങനെ അന്ധമായി ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിനെ പോലുള്ളവർ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. അത് ഏതൊരു പാർട്ടിയിലായാലും അവിടെ ഒരു സംശുദ്ധമായ ഒരു രാഷ്ട്രീയ രീതി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു.